എന്താ ഇത്? ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ, ഒരു മോർണിംഗ് വാക്ക്. ഇനിയിപ്പോ അമ്മയുടെ കൂടെ ആവല്ലോ നടപ്പ്. അതിനെന്താ, പോന്നോളൂ. മോൾക്ക് ഈ നാടൊക്കെ ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. പിന്നെ അമ്മേ, എനിക്കൊരു സംശയം. എന്താ? ഈ തമ്പുരാക്കന്മാരെന്താ രണ്ടുപേരും രണ്ട് വീട്ടിൽ താമസിക്കുന്നത്? രണ്ടിടത്താണ് താമസമെങ്കിലും ഒരാൾ എടുക്കുന്ന തീരുമാനം മറ്റേയാൾക്ക് സമ്മതം തന്നെയാ. തമ്പുരാക്കന്മാരുടെ കഥകള് ഒരുപാട് ആ കുഞ്ഞാലി പറഞ്ഞു തന്നിട്ടുണ്ട്. അധികവും മർക്കട മുഷ്ടിയുടെയും വാശിയുടെയും കഥകളാവും കൊറേയൊക്കെ. ഓ, ഇപ്പൊ എത്ര സമാധാനമുണ്ട്. പണ്ടൊക്കെ എന്തായിരുന്നു സ്ഥിതി എന്നറിയോ? മിണ്ടിയാ കോപം, തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ വാശിയാ. ഇപ്പൊ മക്കളൊക്കെ വലുതായപ്പോ പഴയതുപോലെ ആയാ പറ്റൂലല്ലോ. എന്നാലും തമ്പുരാക്കന്മാർ തമ്മിൽ വലിയ സ്നേഹത്തിലാ. എനിക്കേ അസൂയ തോന്നും. എന്റെ അമ്മോ, പെണ്ണെടുത്തു. ദൈവമേ, അമ്മയെ കൂടെ ഉണ്ടല്ലോ. ചാടിക്കോ കുളത്തിലേക്ക്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ എന്താ എന്നെ? ഞങ്ങൾ കളരിപ്പാട്ട് അഭ്യസിക്കുക. അതായത് കളരിയും സംഗീതം കുഴച്ചല്ല കൂട്ടി ഇണക്കി. അതെ, ആ പുതിയൊരു സൃഷ്ടിക്ക് രൂപം കൊടുക്കുകയാണ്. ഇവരെന്റെ മക്കളാ. എനിക്കറിയാം ഇവരെ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇവരല്ലേ വീട് വെള്ളയടിക്കാൻ വേണ്ടി? വീട് വെള്ളയടിക്കാനോ? പണിക്കാരെ ഏർപ്പാടാക്കിയത്. ഇവരെല്ലാരും കൂടി മുൻകൈ എടുത്തിട്ടാ വെള്ളപൂശൊക്കെ ഇത്ര പെട്ടെന്ന് നടന്നത്. മുൻകൈ എടുക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഇവന്മാര് ഒറ്റ ഒരുത്തന ആവശ്യത്തിന് കിട്ടില്ല. ഇതിപ്പോ എന്ത് പറ്റിയോ ആവോ. ഇവരുടെ പണിക്കാര് തമ്പുരാക്കന്മാരെ കുറിച്ച് എന്ത് നല്ല അഭിപ്രായം പറഞ്ഞറിയോ അമ്മയ്ക്ക്? അത് പിന്നെ അവരുടെ ഒരു അവകാശമല്ലേ? അതെയോ? ആരാടാ ഇത്ര നല്ല പണിക്കാര്? അത് പിന്നെ അമ്മയ്ക്ക് അവരുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാഹചര്യം കൊണ്ട് പണിക്കാരെ പോയതാണ് അമ്മ. അവര് ഇനി അമ്മയ്ക്ക് അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ നമ്മുടെ വീട് പെയിന്റ് അടിക്കുമ്പോ, അല്ല വീട് പെയിന്റ് അടിക്കുമ്പോ അറിയാവുന്നുള്ളൂ. പിന്നെ അമ്മേ, അവരിൽ ഒന്ന് രണ്ട് പേരെ അച്ഛന്മാർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതെന്താ? അതായത് അമ്മേ, അക്കരയെന്നൊരു വെള്ളടിക്കാരൻ വന്നു, ഇക്കരയെന്നും ഒരു വെള്ളടിക്കാരൻ വന്നു. ഈ അക്കരയെന്ന് പറഞ്ഞ വെള്ളടിക്കാരൻ ഇക്കരയെന്ന് പറഞ്ഞ വെള്ളടിക്കാരൻ തമ്മിൽ നേരത്തെ എന്തൊരു മതി മതി, വീട്ടിലേക്ക് പോ. നിന്നെ തന്നെ എല്ലാം നേരത്തെ വീട്ടിലേക്ക് തന്നെ കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഇളമുറ തമ്പുരാക്കന്മാര്. മോളൊരു ദിവസം വീട്ടിലേക്ക് വരണം. വരണമെന്ന് ഞാനും ആലോചിച്ചോണ്ടിരിക്കാമേ. മോക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം. വരട്ടെ? ശരി. വരൂ വരൂ. കുട്ടി എന്താ ഈ വഴിയൊക്കെ? അത് എന്താ വിശേഷിച്ച്? ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ പറഞ്ഞോളൂ. സംഗീതം പഠിക്കാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹം. അതും ഇവിടം തന്നെ ആവുമ്പോ. അതിപ്പോ എനിക്ക് പഠിപ്പിക്കാൻ വിരോധം ഉണ്ടായിട്ടല്ല. ഞാനിപ്പോ ഇവരെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. എന്നാലും ഇക്കാര്യത്തില് ഭാഗവതരെന്ന്. കുട്ടി വേറൊന്നും വിചാരിക്കരുത്. ഇക്കാര്യത്തിൽ എനിക്ക് ലേശം നിർബന്ധമുണ്ട്. ഞാനിവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ വന്ന് പഠിച്ചോളാം. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല. അത് ശരിയാവില്ല. എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല, വന്നിട്ടൊന്നും അകത്തേക്ക് കയറിയില്ലല്ലോ. മോള് വാ. ആ കുട്ടി ഒന്ന് സംഗീതം പഠിച്ചു വെച്ച് ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. സംഗീതത്തിന്റെ പേരും പറഞ്ഞ് എന്ത് ധൈര്യത്തിലാ ഞാൻ ഒരു പെൺകുട്ടി ഇവിടെ കയറ്റിയിരുന്നത്? അച്ഛാ, ഞാൻ അകത്ത് പോയി കുറച്ച് സംഭാരം കുടിച്ചിട്ട് വരട്ടെ. ഇത് തന്നെയാ ഇതിന്റെ കുഴപ്പം. ഒരു പെൺകുട്ടി അകത്തോട്ട് കാലെടുത്ത് വെച്ചില്ല. അതിനു മുമ്പേ തുടങ്ങി വാനരപ്പടയ്ക്ക് ദാഹം. പാടുക. അയാളുടെ ഒരു ഗമേ സ്വന്തം മക്കളെ മാത്രമേ സംഗീതം പഠിപ്പിക്കൂന്ന്.
എന്റെ കുട്ടി നീ ഒന്ന് അടങ്ങി നിൽക്ക്. അയാൾക്ക് സൗകര്യമുള്ളവരെ പഠിപ്പിക്കട്ടെ. എന്നാ മുത്തശ്ശൻ ഒന്ന് കേട്ടോ. ആ, ആ, സംഗീതം പഠിപ്പിക്കാൻ അയാൾക്ക് വൈകി വേണ്ട. ആ. ഞാൻ വേറൊന്ന് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തോന്നാ? അതൊക്കെ മുത്തശ്ശൻ കണ്ടോ. കണ്ണാടി കൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും വശത്താക്കാവുന്നതല്ല കളരിമുറകള്. അതൊക്കെ എനിക്കറിയാം. എന്നാലും ഒരെന്നാലും ഇല്ല. മാത്രമല്ല, ഒരു പെൺകുട്ടിയെ കളരിമുറകൾ പഠിപ്പിക്കാന്ന് വെച്ചാൽ അതിലൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നും സാരമില്ല. ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന്. ഗുരുക്കൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇല്ല, ഞാനൊരു തീരുമാനം പറഞ്ഞാ പിന്നെ ആരും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പെൺകുട്ടികൾ കളരിമുറ പഠിച്ചു എന്ന് വെച്ച് അത്ര വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുട്ടിയെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല ഇത്. എന്നാര് പറഞ്ഞു? ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മക്കളെ അല്ലാതെ മറ്റാരെയും പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. ഓ, ഇതെന്തൊരു നാടാ! ഇവിടെ എല്ലാരും സ്വന്തം മക്കളെ മാത്രം വിദ്യ പഠിപ്പിക്കൂ. കുട്ടി ഇപ്പൊ പോണം. എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. അച്ഛാ, ആ പെണ്ണ് ഞങ്ങളുടെ കൂടെ കളരി പഠിച്ചു വെച്ച് അച്ഛൻ എന്തൊരു കുഴപ്പം? കുഴപ്പമുണ്ട്. ആ പെണ്ണും പോയിട്ട് പഠിക്കില്ല, നിങ്ങളും പഠിക്കില്ല. അറബിക്കടലോരം. എന്താ വാസുദേവ? അയ്യോ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഈ നാട്ടിൽ വന്നിട്ട് ആലഞ്ചേരിക്കാരുടെ പേരറിഞ്ഞില്ലെങ്കിൽ മോശല്ലേ? അതെ അതെ, ഭയങ്കര മോശ. പിന്നെ മീര സംഗീതം പഠിക്കാൻ വേണ്ടി അച്ഛനെ കാണാനായി വീട്ടിൽ വന്നിരുന്നു. എന്ത് ചെയ്യാനാ, വാസുദേവന്റെ അച്ഛന് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞേ? ഓ, മീര അത് കാര്യാക്കണ്ട. അച്ഛന് പറ്റാത്തത് മക്കള് ചെയ്യണമെന്നാണല്ലോ പ്രമാണം. വാസു എന്താ പറഞ്ഞു വരുന്നേ? ആ, ഞാൻ കച്ചേരി പാടാൻ പഠിപ്പിക്കാമായിരുന്നു. പക്ഷെ എന്റെ സ്വര ഈടായിട്ട് അത്ര നന്നാവണില്ല. സാധകത്തിന്റെ ഒരു കുറവുണ്ട്. ഞാൻ പകരം മോർസിംഗ് പഠിപ്പിക്കട്ടെ? എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് വാസു. പക്ഷെ എവിടെ വെച്ചാ പഠിക്കുക? മീര താമസിക്കുന്ന വീടിനടുത്തുള്ള കളപ്പുരയിലായിക്കോട്ടെ. അതാവുമ്പോ അച്ഛനറിയില്ലല്ലോ. തമ്പുരാന്മാർക്ക് തോന്നാത്ത സന്മനസ് ഏതായാലും മക്കൾക്ക് തോന്നിയ നന്നായി. വരട്ടെ വാസു. ഉം. ഹലോ. എന്റെ പേര് ഗോപൻ. ആലഞ്ചേരിയിലെ. അറിയാം, ഗുരുക്കളുടെ മൂത്ത മോനല്ലേ? അതെ. മീരന്ന് വീട്ടിൽ വന്നപ്പോ അച്ഛൻ എന്തൊക്കെയോ അറിയാതെ. ഓ, അതൊന്നും സാരമില്ല. കുട്ടിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. കളരി പഠിക്കാനല്ലേ അവിടെ വന്നത്? അതെ. അതിപ്പോ അച്ഛൻ പഠിപ്പിച്ചില്ലെങ്കിലും എനിക്ക് പഠിപ്പിച്ചു തരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു വരുന്നത് കുട്ടിയെ കളരി ഞാൻ പഠിപ്പിച്ചു തരാം. സത്യാണോ? അതെ. പക്ഷേ അച്ഛനൊന്നും അറിയരുത് കേട്ടോ. അപ്പൊ അവിടെ പോവല്ലേ? അയ്യോ, അവിടെ വേണ്ട, ഇവിടെ തന്നെ മതി. ദിവസവും ഞാൻ രാവിലെ വരാം. നാളെ തന്നെ ക്ലാസ് തുടങ്ങാം. എന്താ? ഉം. വരട്ടെ. അയ്യോ, വീണില്ല. എന്റെ പേരറിയോന്ന് അറിയില്ല. എനിക്കറിയാം. ഉണ്ണീന്നല്ലേ പേര്? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? അത് ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ? ഊരിലെ പഞ്ഞം അല്ലേ? ആള് മോശമല്ലല്ലോ, തമാശക്കാരനാണല്ലേ? ഇടയ്ക്കിടെ. ഉണ്ണി വരൂ, അകത്തിരിക്കാം. അയ്യോ, പോയിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്താ, കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ആ, പിന്നെ മീരയ്ക്ക് കളരി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞു. ഉം. അച്ഛനിപ്പോ പഴയ പോലെ മേവഴക്കം കുറച്ച് കുറവാ. ഓ. പിന്നെ ചേട്ടൻ ഏകാഗ്രത വളരെ കുറവാന്ന് അച്ഛൻ പറയാറ്. ഓ. പിന്നെ ആകെ ഉള്ളത് ഞാനാ. ഒരു അഭ്യാസ നിലയ്ക്ക് കളരിയൊക്കെ നോക്കുന്നതും ഇപ്പോ ഞാൻ തന്നെയാ. ഓ, ആ നിലയ്ക്ക് കുട്ടിയെ ഞാൻ കളരി പഠിപ്പിക്കാം. നേരാണോ ഉണ്ണി പറയുന്നത്? സത്യം. തന്നെയല്ല,
മുറകൾ അവരൊന്നും പഠിപ്പിച്ച ശരിയാവില്ല. അതെന്താ? അതങ്ങനെയാ. അതൊക്കെ മീരയ്ക്ക് കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളും. അപ്പൊ നാളെ തുടങ്ങാല്ലേ? എന്ത്? അല്ല, അഭ്യാസം. ഓ വരട്ടെ. ശരി. കൊന്നുകളയും ഞാൻ. എന്റെ മക്കളെ മാത്രമല്ല എനിക്ക് ശിക്ഷിക്കാൻ അവകാശമുള്ളത്. ആലഞ്ചേരിയിൽ ഒരൊറ്റ ആന്തരിയും ഞങ്ങൾ പറയുന്നതിനപ്പുറം പോകണ്ട. പോയാൽ അവര് പടിക്ക് പുറത്തായിരിക്കില്ല, അകത്ത് നടുമുറ്റത്തൊരു കുഴിയെടുക്കും. അതിനും മടിയൊന്നുമില്ല ആലഞ്ചേരി തമ്പുരാക്കന്മാർക്ക്. അല്ലേ, ഒരു പെണ്ണ് വന്ന് ചിരിച്ചപ്പോ മയങ്ങി അങ്ങോട്ട് വീണു. അവനവന്റെ നിലയും വിലയും മറന്നു. സംഗീതം എന്ന് പറഞ്ഞാൽ കട്ടും മുട്ടിച്ചു കൊണ്ട് കൊടുക്കാനുള്ള മുതലാണെന്നാണോ നീയൊക്കെ ധരിച്ചത്? സംഗീതത്തിന്റെ മഹത്വം ഒരുത്തനെങ്കിലും അറിയാമോ? ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഓരോ മുറകൾ വശത്താക്കിയത്. അതൊക്കെ കണ്ട് അഴിഞ്ഞാട്ടക്കാരികൾ കൊണ്ട് കൊടുക്കാനാണെങ്കിൽ പിന്നെ ആലഞ്ചേരിക്കാർക്ക് എന്താടാ ഒരു വില? ആ കുട്ടിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവന്മാർ അങ്ങോട്ട് പോയിട്ടല്ലേ? വേണ്ട, ഇക്കാര്യത്തിൽ നീ ആരുടെയും വക്കാലത്ത് വേണ്ട. തെറ്റുകാരൻ ഞങ്ങൾ രണ്ടുപേരുവാ. ഞങ്ങളാണല്ലോ അവരെ ആ വീട്ടിൽ കയറി താമസിപ്പിച്ചത്. ഞങ്ങളായിട്ട് തന്നെ ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം. വാടോ. ദേ, ഒന്ന് നിന്നേ. ദേ, എന്റെ ഭഗവാനെ, ഇത് എന്തിനുള്ള പുറപ്പാടാണോ ആവോ? തമ്പുരാക്കന്മാരെന്താ ഇതുവഴിയൊക്കെ? വരേണ്ട കാര്യമുണ്ടായി. നീ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതോ സ്ഥിരമായിട്ട് പൊറുക്കാൻ വന്നതോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ആലഞ്ചേരിലെ ഏതെങ്കിലും ഒരു ആന്തരിയെ മോഹിപ്പിച്ച് കയ്യിലെടുത്ത് കെട്ടിലമ്മയാകാനുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടപ്പില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. സ്നേഹിച്ചാൽ ഞങ്ങൾ എന്തും ചെയ്യും, തെറ്റിയാലുണ്ടല്ലോ എന്തും ചെയ്യും, എന്തും. ആ കാരണം ഒരു വരണം. മോളുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എന്താ എന്താ വിശേഷം? എനിക്കൊന്നും അറിയില്ല എന്റെ മുത്തശ്ശ. കൂടുതലൊന്നും അറിയണ്ട. ഇന്നൊരു ദിവസം കൂടി രണ്ടാൾക്കും ഇവിടെ കഴിയാൻ അനുവാദം തരുന്നു. നാളെ നേരം വെളുത്താൽ ഈ വീട് ഒഴിഞ്ഞു തരണം. അയ്യോ, പെട്ടെന്ന് ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് എവിടെ പോകും തമ്പ്രാക്കന്മാരെ? പെരുവഴിയിലേക്ക്. കാലത്ത് തന്നെ വീട് പൂട്ടി താക്കോല് കുഞ്ഞാലിയെ ഏൽപ്പിച്ചിരിക്കണം. ഇത്രയും ദിവസത്തെ വാടക ഒരു സൗജന്യമായി കരുതിക്കൊള്ളാം. കുറെ ഉപകാരങ്ങൾ ചെയ്തു തന്നല്ലേ. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ രണ്ടിനെയും കൺവെട്ടത്ത് കണ്ടുപോകരുത്. ഞാനൊന്ന് എന്താ മക്കളെ ഇത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പോകുന്നതിന് മുൻപ് ഒന്ന് കാണണമെന്ന് തോന്നി. നിന്റെ മുഖം പോലും കാണരുത് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഏതായാലും ഇവിടുന്ന് പോവാ. അതിനു മുൻപ് ഒരാഗ്രഹം കൂടി സാധിച്ചിട്ട് പോവാന്ന് കരുതി. എനിക്ക് ശ്രീരഞ്ജിനി രാഗത്തിൽ ഒരു കീർത്തനം കേൾക്കണം, അതും ഈ നാവുകൊണ്ട്. നീ എന്നെ കളിയാക്കുകയാണ്. ഞാൻ എന്തിനാ തമ്പുരാനെ കളിയാക്കുന്നേ? പണ്ട് 25 വർഷം മുമ്പുള്ളൊരു കഥയാണ്. തമ്പുരാൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇല്ല, അത്ര പെട്ടെന്നൊന്നും മറന്നു പോകാനിടയില്ല. അന്ന് ഈ തറവാട്ടിലെ കെട്ടിലമ്മ വിലക്കിയിട്ടും ആരും അറിയാണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിനടുത്തുള്ള ആൽമരച്ചോട്ടിലിരുന്ന് കാർത്തൂന്റെ ചെവിയിൽ തമ്പുരാൻ മന്ത്രിച്ചില്ലേ ആ രാഗം. നീ എന്തൊക്കെയാ പറയുന്നേ? ഇത്ര വേഗം മറന്നോ കാർത്തൂനെ? തമ്പുരാന്റെ പഴയ അനുരാഗ് കഥയിലെ ആ നായികയെ. ആരാ നീ? ആരാ നീ? മോള, കാർത്തൂന്റെ മോള ഞാൻ. ഇനി ഇപ്പൊ തമ്പുരാൻ എന്നെ ഇറക്കി വിടണോ? ഇറക്കി വിട്ടോ. അപ്പോഴെങ്കിലും നാട്ടുകാരൊക്കെ അറിയല്ലോ പഴയ കഥകള്. അതിനുവേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വടക്കേപ്പറമ്പിലെ ആ വാടക വീട്ടിൽ തന്നെ താമസിക്കാൻ പോവാ. തമ്പുരാന്റെ മോക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ. ആ
ശ്രീരഞ്ജിനി രാഗത്തിൽ ഒരു കീർത്തനം പാടുവോ? അച്ഛാ, കാർത്തൂന്റെ മോളാ ഞാൻ. അച്ഛാ, അല്ല എന്തു പറ്റി? ആകെ ഒരു വല്ലായ്മ. ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നതാ. ഒന്നുമില്ല, നല്ല സുഖം തോന്നണില്ല. ഞാൻ കുറച്ച് കഷായം എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട, താനേ മാറിക്കോളും. കുരുക്കളെ, 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 എന്താടാ? ആ പെണ്ണിനോട് വീടോ ഞാൻ പറഞ്ഞിട്ട് ഓൾ ഒയ്യുന്നില്ല. നീയാണ് ഇതിനൊക്കെ കാരണം. അവളെ ഇറക്കി വിടാൻ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അതും ഞാൻ പറഞ്ഞു നോക്കി, കേൾക്കണില്ല. ഓള് കേൾക്കണമില്ല. ആരിറക്കി വിട്ടാലും പോണ പ്രശ്നമില്ല എന്നാ പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞോ? ആ, എന്നാലതൊന്നും അറിയണമല്ലോ. നിന്നോടും ആ കിഴവനോടും ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും വീട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. രണ്ടാമതൊരിക്കൽ കൂടി പറയുന്ന ശീലം ആലഞ്ചേരിക്കാർക്കില്ല. അറിയാം. തമ്പ്രാക്കന്മാരിൽ ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾക്കും രണ്ടാമത് ആലോചിക്കേണ്ടി വരില്ലെന്നറിയാം. പിടിച്ചു പുറത്താക്കണവളെ. തൊട്ടുപോലെ തന്നെ. പിടിച്ചു പുറത്താക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാം. നിനക്ക് എന്താണ് ഇനി അറിയാനുള്ളത്? നിങ്ങൾ തന്നെയല്ലേ എന്നോട് ആദ്യം പറഞ്ഞത് രണ്ട് തമ്പ്രാക്കന്മാരുടെ തീരുമാനം ഒന്നാണെന്ന്? അതിലാർക്കും സംശയം വേണ്ട. എന്റെ തീരുമാനം തന്നെ അവന്റെ. അല്ല, ആ തമ്പുരാൻ പറഞ്ഞിട്ടാ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ തമ്പുരാനോട് ചോദിച്ചു നോക്ക്. അവിടുന്ന് പറയട്ടെ, എങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങിത്തരാം. അപ്പോ അറിയാലോ ആരുടെ വാക്കാ വരുതെന്ന്. തമ്പ്രാക്കന്മാരുടെ വലിപ്പച്ചെറുപ്പത്തെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇനി നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ പിന്നെ ഈ കര പോലും കാണാമെന്ന് കരുതണ്ട. വാടാ.